ഇതൊക്കെ കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്ന് ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം ഒരു വളരെ മുഖ്യധാരാ മാധ്യമത്തിൽ നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഗുണ്ടാ സംഘത്തിനെ കുറിച്ച് നിരവധി പരാതികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഗുണ്ടാ സംഘത്തെക്കുറിച്ചുള്ള വാർത്തകൾ പബ്ലിഷ് ചെയ്തു എന്നതിന്റെ പേരിൽ, ടെലികാസ്റ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ ആ ചെയ്ത മാധ്യമപ്രവർത്തകനെതിരായിട്ട് ന്യൂസ് 18ന്റെ ബ്യൂറോ ചീഫ് കൂടിയാണ് അദ്ദേഹം, ടോം കുര്യാക്കോസിനെതിരായിട്ട് ഭീഷണി മുഴക്കുക, സോഷ്യൽ മീഡിയയിൽ കൂടി അദ്ദേഹത്തിന്റെ വീടിന്റെ പടം കൊടുക്കുക, ഭീഷണിപ്പെടുത്തുന്നത്. ഇത് കേരളത്തിലാണോ നടക്കുന്നത്? ഇവിടെ പോലീസിന് സംവിധാനം ഇല്ലേ? എത്രയും പെട്ടെന്ന് അത് ചെയ്ത ആളുകളെ കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള സംവിധാനം വേണ്ടേ? മാധ്യമപ്രവർത്തകർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണോ? അവർക്ക് അവരുടെ പ്രവർത്തനം ഒരു വളരെ ഫെയർ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണോ ഇവരുണ്ടാക്കുന്നത്? ഇതൊക്കെ ഒരു അപകടകരമായ രീതിയിലേക്ക് പോവുകയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഞാൻ പറയുകയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനൊരു ഗുണ്ടാ സംഘം എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വാർത്ത കൊടുക്കണം. മാധ്യമങ്ങളുടെ ധർമ്മമാണ് അവർ ചെയ്യുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും സർക്കാർ, പോലീസ് ആ മാധ്യമപ്രവർത്തകർക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കണം. അവരെ ഭീഷണിപ്പെടുത്തുന്നവരെ, അവരെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇല്ലേ, നമുക്ക് ആലോചിക്കാം എന്താ ചെയ്യാൻ പറ്റണമെന്ന്. ഒരു പൊതു സംരക്ഷണം ഉറപ്പായിട്ട് അത് കൊടുക്കണം. മാത്രമല്ല, ഇത്തരം ശക്തികളെയൊന്നും വളരാൻ അനുവദിക്കരുത്. ഇവർക്കെല്ലാം പിന്തുണ നൽകുന്നത് ആരാണ് ഇവർക്കൊരു പൊളിറ്റിക്കൽ പേട്രണേജ്, രാഷ്ട്രീയമായ രക്ഷാകർതൃത്വം കൊടുക്കുന്നത് ആരാണ്? അതെല്ലാം അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. എന്തായാലും ആ മാധ്യമപ്രവർത്തകൻ, ഇവരുടെ ഭീഷണിക്ക് വിധേയനായ മാധ്യമപ്രവർത്തകൻ ഒറ്റയ്ക്കാവില്ല എന്ന ഉറപ്പാണ് എനിക്ക് നൽകാറുള്ളത്.